രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ LIC ആശ്രയിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഉപജീവനം നടത്തുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വളർച്ചയ്ക്കും LIC വലിയ സംഭാവനയാണ് നൽകുന്നത്. എന്നാൽ LICയെ പോലും സ്വകാര്യവത്കരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ പറഞ്ഞു. LIC ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATUവിന്റെ ഒറ്റപ്പാലം ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണപുരം ശുദ്ധജല പദ്ധതിയുടെ തുടക്കം LICയുടെ സഹായത്തോടു കൂടി നമ്മുടെ നാട്ടിലെ എത്രയോ അസാധ്യമെന്ന് കരുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഒരാശങ്കയുമില്ലാതെ ഫണ്ട് തരാനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ജീവിക്കാനുള്ള അന്തരീക്ഷത്തിന് പിന്തുണ നൽകാനും കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് LIC. LIC ഇപ്പോൾ 100% വിദേശ നിക്ഷേപം സ്വീകരിക്കുകയാണ്. 100% വിദേശ നിക്ഷേപം. ഇന്ത്യയിലെ ഒരു കമ്പനിയുമായും ചേർന്ന് നിൽക്കാതെ ഒറ്റയ്ക്ക് വിദേശ കമ്പനികൾക്ക് നമ്മുടെ നാടിന്റെ ഇൻഷുറൻസ് മേഖലയിൽ ഇടപെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന നയം നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കുക. 49 ലക്ഷം കോടിയാണ് LICയുടെ ആസ്തി എന്ന് പറയുന്നത്. 49 ലക്ഷം കോടിയാണ് LICയുടെ ആസ്തി. പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പറയാറുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് എന്നാണ് പറയുന്നത്. സർവീസ് സഹകരണ ബാങ്ക് കാർഷിക ഭവനിൽ പ്രത്യേകം സജ്ജമാക്കിയ ഉണ്ണികൃഷ്ണൻ നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P. ശങ്കർ അധ്യക്ഷത വഹിച്ചു. N. മധു രക്തസാക്ഷി പ്രമേയവും V. വസന്ത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. LIC AOI ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CATU ഡിവിഷൻ പ്രസിഡന്റ് M. ബിജു, ബ്രാഞ്ച് സെക്രട്ടറി C. മണികണ്ഠൻ, സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ, MC. അശോകൻ, UK. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. LIC ഏജന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ CATUവിന്റെ സംസ്ഥാന സമ്മേളനം ജൂലൈ 28-29 തീയതികളിലായി ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കും. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.